ഹായ്, ഞാൻ അൻവർ ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട്ടുംപറമ്പ് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ 14 അടിയിൽ 50ഓളം കാല് വെച്ചിട്ടുണ്ട്. 1 ഏക്കറിലുള്ള സ്ഥലമാണ് ഇവിടെ. പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ 50ഓളം കാല് ഇവിടെ വെച്ചതാണ്. ലാൻഡിൻ്റെ ബോർഡറിലായിട്ട്, മതിലിന് 1 മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സൈഡിൽ ഇങ്ങനെ ആക്കി ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ബാക്കിയുള്ള കൃഷി കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാഴക്കൃഷി, പിന്നെ ചീര കാര്യങ്ങളോട് നടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ച് റൗണ്ടിലാണ് നമ്മൾ കുയ്യെടുത്തത്. അതിലേക്ക് 4 ഇഞ്ച് സിമെൻറ്റ് പൈപ്പ് ഇറക്കി വെച്ച് അതിൻ്റെ ചുറ്റും കോൺക്രീറ്റ് ചെയ്ത്, അതിൻ്റെ ശേഷം പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു 8mm കമ്പി ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ 10 അടി പൈപ്പാണ് വെച്ചത്. അതിൻ്റെ ശേഷം മുകളിലേക്ക് ജോയിൻ്റ് അടിച്ചതാണ്, ഷോക്കറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് കോൺക്രീറ്റ് നിറച്ചതാണ് നമ്മൾ. പിന്നെ മുകളിൽ ക്രോസിന് കമ്പിയും വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. എല്ലാവരും തൈ വെക്കുമ്പോൾ കോൺക്രീറ്റ് ഉള്ളതല്ലേ എങ്ങനെയാണ് നടുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ കാലിൻ്റെ അടുത്തുനിന്ന് ഒരു ഫൂട്ട് വിട്ടിട്ടാണ് നമ്മൾ തൈ നടേണ്ടത്. കുരുമുളക് നടുന്നതിന് മുന്നായിട്ട് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അത് ചെയ്യാതെ നമ്മൾ കുരുമുളക് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈ വേഗം കേട് വന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണിൻ്റെ pH റെഡി ആകാത്തതുകൊണ്ടാണ് കേട് വന്നു പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കാല് വെച്ചതിന് ശേഷം ഒരാഴ്ച കുമ്മായിട്ട് വെക്കുക. എന്നാൽ മണ്ണിൻ്റെ pH കാര്യങ്ങൾ റെഡി ആയിരിക്കും. പണ്ട് കാലങ്ങളിൽ ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു pH കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കൃഷിഭവനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വരും. അതിൽ മണ്ണിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യും. അതിന് ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, കുമ്മായിട്ട് വെച്ചാലുണ്ടെങ്കിൽ ഒരാഴ്ച ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ pH കാര്യങ്ങൾ റെഡി ആയിരിക്കും. അതിന് ശേഷം നമ്മൾ ഈ നടുകയും ചെയ്താൽ മതി. ഈ ലാൻഡിൻ്റെ ക്ലയൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബിജു എന്നാണ്. ബിജു സാർ എങ്ങനെയാണ് ഈ കുരുമുളക് കൃഷിയിലേക്ക് വന്നതും എങ്ങനെ നമ്മളുടെ സിമെൻറ്റ് പൈപ്പ് ചൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് സിമെൻറ്റ് പൈപ്പിൽ കുരുമുളക് കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്? എന്തുകൊണ്ടാണ്? ഇത് ഇവിടെ ഇങ്ങനെ കാടൊക്കെ മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഏകദേശം 1 ഏക്കറിൻ്റെ അടുത്ത സ്ഥലമുണ്ട്. എൻ്റെ വൈഫിൻ്റെ സ്ഥലമാണ്. ഫാമിലി. അപ്പോൾ ഇത് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ചതാണ്. അപ്പോൾ ഇവിടെ വാഴയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പൈപ്പും വിയറ്റ്നാം മോഡലാണ്. പൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ സിമെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ പൈപ്പ് എനിക്കൊരു സംശയം വന്നു, അതിനി ഉറപ്പിൻ്റെ പ്രശ്നമുണ്ടോ അത് അറിയൊന്നുമില്ല, പക്ഷെ എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ സിമെൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ബലം ഉണ്ടാവുമല്ലോ എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലാണ് നിങ്ങളെ കണ്ടത്. ഓക്കെ, അങ്ങനെയാണ് സിമെന്റ് പൈപ്പിലേക്ക് എത്തിയത്. അതെ, കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നി. മെയിനായിട്ട് നിങ്ങൾ കുരുമുളക് കൃഷിയിലേക്ക് ചെയ്യണം എന്നുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? കുരുമുളക് കൃഷി ചെയ്യാനുള്ള തീരുമാനം, ഒന്ന് വെയിൽ കിട്ടുന്ന സ്ഥലമാണ്, പിന്നെ 2 അതിന്റെ വില തന്നെയാണ്. ഏകദേശം 700 കൊല്ലങ്ങളായിട്ട് ആ ലെവലിൽ റേറ്റ് നിലനിൽക്കുന്നുണ്ട്, താഴോട്ട് വന്നിട്ടില്ല. പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റാണ്, ഇവിടുത്തെ ഒരു വില കൊണ്ട് അത് കുറയില്ല. ഇവിടെ വേറെ എന്തൊക്കെ കൃഷി കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് ഈ പ്ലോട്ടിൽ 1 ഏക്കർ ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ഇത് മെയിനായിട്ട് വാഴക്കൃഷി മാത്രമാണോ? മെയിനായിട്ട് ഞാലിപ്പൂവനാണ്. പിന്നെ ഇതിന് ഒരു പരീക്ഷണമാണ്. ഇത് ഇനി തീർച്ചയായിട്ടും ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇത് തുടർന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്കും കൂടി സ്പ്രെഡ്. ഏത് രീതിയിൽ നോക്കുന്നുണ്ടോ ആ രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ കാല് മാത്രമേ ഇവിടെ കാണുള്ളൂ. മെയിനായിട്ട് ബ്രാഞ്ചസ് ഉണ്ടാകുക എന്നുള്ളത് നോക്കുക എന്നുള്ളത്. അതിന് കെട്ടി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ബ്രാഞ്ചസ് ഉണ്ടാകാൻ നോക്കുക. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് 3 വർഷം കഴിയുമ്പോൾ മൊത്തമായിട്ട് പൈപ്പ് കാണൂല, കുരുമുളക് മാത്രമായിട്ട് കാണുന്ന രീതിയിലേക്ക്. നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നിങ്ങൾ കറക്റ്റ് ടൈമിലൊക്കെ വന്ന് ഒക്കെ ചെയ്തു വന്നു, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വർക്ക് കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. ടോറിനോ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ഉണ്ട്, യൂട്യൂബും ഉണ്ട്. എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. കുറഞ്ഞ ചിലവിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. സിമെൻറ്റ് പൈപ്പിൽ സൈറ്റിൽ വന്നിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നായിരിക്കും.